ഒമാനിലെ കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 15ാമത് ഒമാൻ നാഷണൽ സാഹിത്യോത്സവം സമാപിച്ചു. 11 സോണുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ 61 ഇനങ്ങളിലായാണ് മാറ്റുരച്ചത്. മത്സരങ്ങളിൽ മസ്കറ്റ് സോൺ ജേതാക്കളായി. സലാല, നിസ്വ, ബർക്ക, സോഹാർ തുടങ്ങി വിവിധ സോണുകളിൽ നിന്നായി 400-ലധികം പ്രതിഭകളാണ് സാഹിത്യോത്സവത്തിൽ മാറ്റുരച്ചത്. 61 ഇനങ്ങളിലായിരുന്നു മത്സരം. മസ്കറ്റ്, സീബ്, ബൗഷർ എന്നീ സോണുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. കലാപ്രതിഭയായി റൈഹാൻ അൻസാരി സലാല, സർഗപ്രതിഭയായി ആബിദ് കുനിയ സീബ്, ഷർത്തശാഷഹദിയ ബർക്ക എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. സാംസ്കാരിക സമ്മേളനത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ ചെയർമാൻ VM ഷെരീഫ് സഹദി മഞ്ഞപ്പറ്റ അധ്യക്ഷത വഹിച്ചു. ബഹുമുഖ തലത്തിൽ നമ്മുടെ കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു, അവരെ ആ മേഖലകളിൽ കഴിവുള്ളവരാക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെയാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് TD രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SYS കേരള ഉപാധ്യക്ഷൻ അബ്ദുൽ ജലീൽ സക്കാഫി, അബ്ദുൽ ഹമീദ് ആദം അൽ ഷെയ്ഖ്, മുസ്തഫ കാമിൽ സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. ഷിഹാബ് പയ്യോളി സ്വാഗതവും ഷിഹാബ് കാപ്പാട് നന്ദിയും പറഞ്ഞു. സാഹിത്യോത്സവത്തിന്റെ അടുത്ത എഡിഷൻ സോഹാറിൽ നടത്താൻ തീരുമാനിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.